നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നിരവധി ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. സിന്ദൂറിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമൊക്കെ പല തലങ്ങളിൽ, പല രീതികളിൽ, പല വിഷയങ്ങളെക്കുറിച്ചും ചർച്ച നടന്നിട്ടുണ്ട്. പക്ഷേ ആരും ഇതുവരെ ചർച്ച ചെയ്യാത്ത ഒരു വിഷയം ഒന്ന് എടുത്തു കാണിക്കാനാണ് ശ്രമിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന് ശേഷം ഭാരതത്തിനുള്ളിൽ രണ്ട് വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിപ്പോൾ ശ്രീമാൻ രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രസ്താവനകളോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നടത്തുന്ന രാഷ്ട്രീയ നാടകങ്ങളോ അല്ല ഞാൻ പറയുന്നത്. ശരിക്കും നമ്മൾ നേരത്തെ ശ്രദ്ധിക്കേണ്ടിയിരുന്ന, എന്നാൽ ഇപ്പോഴെങ്കിലും നമ്മൾ കാര്യമായി ഇനി ശ്രദ്ധിക്കാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണത്. ഒന്ന്, ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റമാണ്. യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് മാത്രമല്ല, പാകിസ്ഥാനിൽ നിന്നുമൊക്കെ ഈ കുടിയേറ്റം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റത്തിലേക്ക് ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വലിയ തോതിൽ സർക്കാരിൻ്റെ ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ട്. ഒന്ന് അതാണെങ്കിൽ, രണ്ടാമത്തേത് യൂട്യൂബർമാരെ ഉപയോഗിച്ച് നടത്തുന്ന ഈ ചാരപ്രവർത്തനമാണ്. നിരവധി യൂട്യൂബർമാരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിൽ. എന്താണ് ഇത്ര പെട്ടെന്ന് ഇത്രയും യൂട്യൂബർമാർ അറസ്റ്റിലാവുന്നത്? ഇതിനെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആദ്യം നമുക്ക് ബംഗ്ലാദേശിൻ്റെ ഈ വിഷയം നോക്കാം. ശരിക്കും ഭാരതത്തിൽ ജീവിക്കുന്ന നിരവധി ആൾക്കാർ അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള പലരും സോഷ്യൽ മീഡിയയിലൊക്കെ പരിതപിക്കുന്നത് കണ്ടിട്ടുണ്ട്. ജർമ്മനി ഉൾപ്പെടെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ കുടിയേറ്റക്കാർ ചെന്നിട്ട് അവർ ആ രാജ്യത്തിൻ്റെ സംസ്കാരവും രാജ്യത്തിൻ്റെ രീതികളും ഒക്കെ മാറ്റിമറിക്കുന്നതിനെക്കുറിച്ച്, ആ രാജ്യത്തിന് അവരുടെ ഐഡൻറ്റിറ്റി ഇല്ലാതാകുന്നതിനെക്കുറിച്ച്, യൂറോപ്പ് തന്നെ വലിയൊരു ഭീഷണിയുടെ നിഴലിലാണ് എന്നൊക്കെ പലരും വാചാലമാകുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതിലൊക്കെ എത്രയോ വലിയ ഭീഷണിയാണ് ഭാരതത്തിനുള്ളിലുള്ളതെന്ന് നമ്മളിൽ പലരും ഇപ്പോഴും തിരിച്ചറിയുന്നില്ല. വൻതോതിലാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് ഭാരതത്തിലേക്ക് കുടിയേറ്റങ്ങൾ, അനധികൃത കുടിയേറ്റങ്ങൾ നടക്കുന്നത്. കണക്കുകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ 140 കോടി ജനങ്ങളുണ്ട് എന്ന് പറയുന്ന ഈ ഭാരതത്തിലെ 2 കോടിയോളം ജനങ്ങൾ അനധികൃതമായി ഇവിടെ താമസിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുമെന്ന് നമുക്കറിയില്ല. ഈ കണക്ക് ഔദ്യോഗികമല്ല, അല്ലാതെ ഉണ്ടായതാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ശരിയാണ്, ഔദ്യോഗികമായി അത്തരം ഒരു കണക്ക് അവൈലബിൾ അല്ല. പക്ഷേ ഏതാണ്ട് 2 കോടിയോളം ജനങ്ങൾ ഈ ഭാരതത്തിൽ ഇപ്പോൾ അനധികൃതമായി താമസിക്കുന്നുണ്ട്, കോളനികളാക്കി മാറ്റിയിട്ടുണ്ട്. അനധികൃതമായി വന്നിട്ട് ഇവിടെ രേഖകൾ ഉണ്ടാക്കി താമസിക്കുന്നവരുണ്ട്. നമ്മുടെ പൗരന്മാരല്ല. നമ്മുടെ പൗരന്മാരുടെ അവകാശങ്ങളും അവസരങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഏതാണ്ട് 2 കോടിയോളം ആൾക്കാർ നമ്മൾക്കിടയിൽ കഴിയുന്നത്. അവരേത് നിമിഷവും നമ്മുടെ രാജ്യത്തിനെതിരെ തിരിയാം. ഏത് നിമിഷവും അവർ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താം. കാരണം അവർക്ക് ഭാരതത്തോടെ പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെൻറ്റും ഉണ്ടാവേണ്ട ആവശ്യമില്ല. മറ്റ് പല പ്രേരക ഘടകങ്ങളും ഇവർക്ക് ഭാരതത്തിനെതിരെ പ്രവർത്തിക്കാനായി ഉണ്ട് താനും. അതിൽ മതവും മതവിശ്വാസവും ഒക്കെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ 2 കോടിയോളം അനധികൃതമായ ആൾക്കാരാണ് ഭാരതത്തിൽ താമസിക്കുന്നത്. ഈ കണക്ക് എക്സാഗ്രേറ്റഡ് അല്ല എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. 1990കളുടെ തുടക്കം മുതൽ തന്നെ, ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ഭാരതത്തിലേക്ക് അനധികൃതമായി ഈ കുടിയേറ്റം ബംഗ്ലാദേശിൽ നിന്ന് തുടങ്ങിയിരുന്നു. ഒരു ഘട്ടത്തിൽ ഏതാണ്ട് 1,00,000 ആൾക്കാരാണ് ഒരു വർഷം ഭാരതത്തിൽ കുടിയേറാനായി വരുന്നതെന്നായിരുന്നു കണക്കുകൾ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 2 കോടി ജനങ്ങളെന്നൊക്കെ പറയുന്നത് തെറ്റായ ഒരു കണക്കല്ല, വളരെ സാധ്യതയുള്ള ഒരു കണക്കാണ്. ഇത് അസമിൽ മാത്രമല്ല, അസമിലെ, ബംഗാളിലെ, മേഘാലയയിലെ, ത്രിപുരയിലെ ഒക്കെ അതിർത്തി ഭേദിച്ച് ആൾക്കാർ ഇപ്പുറത്തേക്ക് വരികയാണ്. 2 സംഭവങ്ങൾ മാത്രം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് നിങ്ങളോടൊന്ന് പറയാം. കഴിഞ്ഞ ബുധനാഴ്ചയാണ് വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലെ കത്വാല എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് ഒരു ഭാരതീയ സേനാംഗത്തെ, BSFൻ്റെ ഒരു ജവാനെ ബംഗ്ലാദേശിലെ ഗ്രാമീണർ തട്ടിക്കൊണ്ടുപോയത്. എന്താണ് ആ ജവാൻ ചെയ്ത കുറ്റം? മറ്റൊന്നുമല്ല, ബംഗ്ലാദേശിൽ നിന്ന് കൂട്ടമായി ഭാരതത്തിലേക്ക് കുടിയേറാൻ വരുന്ന, അതിർത്തി ഭേദിച്ച് ഇപ്പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ തടഞ്ഞു എന്നുള്ളതാണ് അയാൾ ചെയ്ത കുറ്റം. രാത്രി വെളുപ്പിനെ 3 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. കൃത്യമായ ഒരു എന്താ പറയുക, വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് അവിടെ നടക്കുന്നത്. നിരവധി ഏജൻറ്റുമാരുണ്ട്. ഏജൻറ്റുമാർ ഇങ്ങനെ ആൾക്കാരെ
തെളിച്ചുകൊണ്ട് വന്ന് ഇപ്പുറത്തേക്ക് വരികയാണ്. ഇവരിപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏജൻറ്റുമാരുണ്ട്, അവരിവരെ സ്വീകരിക്കുന്നു, ഇവരെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു, ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. അവസാനം ഒരു 6 മാസത്തിനുള്ളിൽ ഇവർക്ക് വേണ്ട രേഖകളും ഒപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു വലിയ റാക്കറ്റാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇത് യൂറോപ്പിലേക്കുള്ള കുടിയേറ്റം പോലല്ല, അതിലൊക്കെ വളരെ ഭയാനകമായ ഒരു ചിത്രമാണ്. ആ ചിത്രത്തിന് വ്യവസ്ഥാപിതമായ ഒരു ക്രൈമിൻ്റെ, ഒരു കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവവുമുണ്ട്. അപ്പോൾ ഈ ജവാനെ പിന്നീട് ഭാരതം കണ്ണുരുട്ടിയതിന് ശേഷം മാത്രം, മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ജവാനെ ഭാരതത്തിന് അവർ തിരികെ ഏൽപ്പിച്ചത്. അയാൾ ഒറ്റയ്ക്ക് നിന്ന് രാത്രി 3 മണിക്ക്, വെളുപ്പിനെ 3 മണിക്ക് ഈ കുടിയേറ്റക്കാരെ തടയാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു അയാൾ ചെയ്ത കുറ്റം. അയാളെ അങ്ങ് തട്ടിക്കൊണ്ടുപോയി, ബംഗ്ലാദേശിനുള്ളിലേക്ക് തട്ടിക്കൊണ്ടുപോയി. പിന്നീടാണ് വലിയ തോതിൽ ചർച്ചകളുമൊക്കെ നടത്തി അയാളെ തിരിച്ചു പിടിച്ചത്. ഇത് ഒരു സംഭവമാണെങ്കിൽ, കഴിഞ്ഞ മാസം ദില്ലിയിൽ നടന്ന മറ്റൊരു സംഭവമുണ്ട്. ദില്ലിയിൽ ഒരു ചാന്ദ് മിയ എന്ന് പറയുന്ന ഒരു 55-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ചാന്ദ് മിയ എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, ഏതാണ്ട് 10-12 വർഷങ്ങളായിട്ട് ദില്ലിയിലെ സ്ഥിരം താമസക്കാരനാണ്. ഇയാൾ ഇന്ത്യക്കാരനല്ല എന്ന് ഒരാൾക്കും അറിയില്ലായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ചാന്ദ് മിയ ഒരു ബംഗ്ലാദേശിയാണ്. ഈ ചാന്ദ് മിയ അവിടെ നടത്തിയിരുന്നത് ഇതുപോലൊരു വലിയ റാക്കറ്റാണ്. ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തുക, അവരെ ബംഗ്ലാദേശിൽ നിന്ന് അവരെ ഇപ്പുറത്ത് എത്തിക്കുക, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക, അവസാനം അവർക്ക് വോട്ടർ ID ഉൾപ്പെടെയുള്ള, റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ തരപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഒരു വലിയ റാക്കറ്റ്. ആ റാക്കറ്റിൻ്റെ തലവനായിരുന്നു ഈ ചാന്ദ് മിയ. ഈ ചാന്ദ് മിയയോടൊപ്പം മറ്റ് 10 പേർ കൂടി അറസ്റ്റിലായിരുന്നു. അതിൽ ഇന്ത്യക്കാരുണ്ട്, ബംഗ്ലാദേശികളായിട്ടുള്ള മറ്റാൾക്കാരുമുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്നാണ്, നിങ്ങൾ ആലോചിക്കുക, ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിലാണ് ഈ ഒരു റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നത്. ഈ റാക്കറ്റ് പ്രവർത്തിച്ച്, അല്ലെങ്കിൽ ഇവരെ ഏറ്റവും അടുത്ത സമയത്ത് രേഖകൾ ഉണ്ടാക്കി കൊടുത്ത 33 പേരെ കൂടി ദില്ലി പോലീസ് ഇവരോടൊപ്പം അറസ്റ്റ് ചെയ്തു. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും, കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാരതത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ പോലും ഇങ്ങനെ ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നു. നമ്മുടെ രാജ്യവിരുദ്ധരെ ഈ പറയുന്ന ദില്ലിയുടെ തലസ്ഥാനത്ത് എത്തിക്കാൻ പോലും ഈ റാക്കറ്റിന് സാധിക്കും. അതിൽ തീവ്രവാദികളുണ്ടാവാം, മയക്കുമരുന്ന് കച്ചവടക്കാരുണ്ടാവാം, ആരുമാകാം. അപ്പോൾ അത്ര സ്വതന്ത്രമായിട്ടാണ് ഇവർ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഭാരതവും ബംഗ്ലാദേശും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന അനധികൃതമായ ആൾക്കാരെ തിരിച്ച് എടുക്കാൻ ബംഗ്ലാദേശ് തയ്യാറായിരുന്നു. എന്നാൽ മുഹമ്മദ് യൂനസ് എന്ന ഇന്ത്യ വിരുദ്ധനായ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഏജൻ്റായ ഭരണാധികാരി ബംഗ്ലാദേശിൽ വന്നതോടുകൂടി ചിത്രമാകെ മാറി. ഒരാളെ തിരിച്ചെടുക്കാൻ ഇപ്പോൾ ബംഗ്ലാദേശ് തയ്യാറല്ല. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്, ഞങ്ങൾ പെതുക്കെ അത് നോക്കാം എന്നുള്ള നിലപാടിലാണ് ബംഗ്ലാദേശ് സർക്കാർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിലൊരാളെ പോലും ഇവിടെ വെച്ചുകൊണ്ടിരിക്കാനും സാധ്യമല്ല. വലിയ തോതിൽ ഒരു സംഘർഷമാണ് ഇനി മുമ്പോട്ടുണ്ടാകാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തെക്കാൾ വലിയ സംഘർഷമാണ് ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ നേരിടാൻ പോകുന്നത്. എന്തായാലും ഭാരതത്തിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെയും ഈ പറയുന്ന ബംഗാളി എന്ന പേരിൽ ബംഗ്ലാദേശികളുണ്ട്. അത് രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഒരു വലിയ ഭീഷണിയാണ്. ഇനി രണ്ടാമത്തെ വിഷയം ഈ യൂട്യൂബർമാരുടെ ചാരപ്രവർത്തനമാണ്. ഇതിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായതിന് ശേഷം പെടുന്നനെ ഉണ്ടായ ഒരു നടപടിയല്ല ജ്യോതി മൽഹോത്ര ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസീസ് ഇത്തരം ആൾക്കാരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പാകിസ്ഥാനുമായി ബന്ധമുള്ള യൂട്യൂബർമാരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലം കൂടിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ജ്യോതി മൽഹോത്രയെ മാത്രമല്ല, പഞ്ചാബിൽ നിന്ന് മറ്റൊരു വ്യക്തിയെ കൂടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ ഒരു സിഖുകാരനാണ്. അയാളും പാകിസ്ഥാൻ എംബസിയുമായി ബന്ധം വെച്ചിരുന്നു. ഈ ജ്യോതി മൽഹോത്രയും ഈ സിഖ് യുവാവും രണ്ടുപേരും ബന്ധം വെച്ചിരുന്നത് ഏസാനൂർ റഹീം എന്ന് പറയുന്ന ഡാനിഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിൽ ജോലി ചെയ്തിരുന്ന ISI ഉദ്യോഗസ്ഥനുമായിട്ടാണ്. പക്ഷേ ഇവർ രണ്ടുപേരും മാത്രമല്ല, ഇവരുടെ മറ്റ് ചില ബന്ധങ്ങളും മറ്റ് ചില യൂട്യൂബർമാരെയും ഒക്കെ വെസ്റ്റ് ബംഗാളിലുള്ളവരുണ്ട്, കേരളത്തിലുള്ളവരുണ്ട്,
അതേപോലെ ഒഡീഷയിലുള്ളവരുണ്ട്. ഇവരെക്കുറിച്ചൊക്കെ അന്വേഷണം നടക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അത് ലഭിക്കുന്നതനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഇതിനകത്തൊരു വലിയ സംശയം, എന്തുകൊണ്ടാണ് യൂട്യൂബർമാർ ചാരന്മാരായി മാറുന്നത്? അവർക്ക് എന്ത് വിവരങ്ങൾ കിട്ടാൻ സാധിക്കും? ഈ ഒരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞാണ്. മറ്റൊന്നുമല്ല, ഇന്ന് അത്യന്താധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച്, റഡാറുകൾ ഉപയോഗിച്ച് പരമാവധി ശത്രു രാജ്യത്തിൻ്റെ എല്ലാ വിവരങ്ങളും ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നേരിട്ട് പോയി ഫിസിക്കലായി വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രം എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ മനുഷ്യരെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ യൂട്യൂബർമാരെ ഉപയോഗിക്കുന്നത്. യൂട്യൂബർമാരാകുമ്പോൾ അവർക്കൊരു ക്യാമറയും തൂക്കി എവിടെ വേണമെങ്കിലും ചെന്ന് കയറാൻ സാധിക്കും. ആരും അങ്ങനെ അത്ര പെട്ടെന്ന് നോ പറയില്ല എന്നുള്ള ഒരു വലിയ സൗകര്യമുണ്ട്. പക്ഷേ ഇനിയും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം ചില സൗജന്യങ്ങളോ അത്തരം ചില നീക്കുപോക്കുകളോ ഒന്നും നടത്താൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല നമ്മൾ. മനുഷ്യ കുടിയേറ്റത്തിൻ്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ ഇത്തരം ചാരപ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ഏറ്റവും ശക്തമായ നടപടിയെടുക്കുക. അതല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ല. ഇവർക്കെതിരെ നടപടിയൊക്കെ എടുക്കുമ്പോൾ മനുഷ്യാവകാശ ലംഘനം എന്നൊക്കെ പറഞ്ഞ് പലരും വരും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യ താല്പര്യം ഏറ്റവും മുകളിൽ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾക്ക് ഇത്തരം യാതൊരു നീക്കുപോക്കിനോ അല്ലെങ്കിൽ അത്തരം യാതൊരു കൺസിഡറേഷനോ നമുക്ക് സാധ്യതയുമില്ല, ചെയ്യാനും പാടില്ല. ഇതിനെല്ലാം കാരണം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം ഭാരതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ്. ഭാരതം ഒരു വലിയ ഷിഫ്റ്റാണ് ഭാരതത്തിൽ നടക്കുന്നത്. നമ്മൾ കണക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെ തോത് നാടകീയമായ ലെവലിലാണ് കുറഞ്ഞിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു ദരിദ്ര രാഷ്ട്രം എന്ന് ലോകം മുഴുവൻ ഉള്ള ആ സ്റ്റാമ്പിൽ നിന്ന് മാറി ഇന്ന് വികസനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ലോകത്തിൻ്റെ നെറുകയിലേക്ക് കുതിക്കുന്ന ഒരു രാജ്യമായി ഭാരതം മാറിയിരിക്കുകയാണ്. ആ മാറ്റം എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അതിൽ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ രാജ്യങ്ങളും അല്ലെങ്കിൽ ശത്രുക്കളായ രാജ്യങ്ങളും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ നമ്മളുടെ കൂടെ കണ്ണുമടച്ച് നിന്നത് ഇസ്രായേലും ഫ്രാൻസും മാത്രമാണ്. റഷ്യ പോലും ഏതാണ്ട് ഒരു ന്യൂട്രൽ രീതിയിലാണ് ഈ ഒരു സംഘർഷത്തിൽ നിന്നത്. ശരിയാണ്, നമ്മൾ ബാലാക്കോട്ട് ആക്രമണം നടത്തിയപ്പോഴും ഉറി ആക്രമണം നടത്തിയപ്പോഴും ഒക്കെ ഈ രാജ്യങ്ങളെല്ലാം അങ്ങനെ ഒരു ആക്രമണം നടത്തരുതേ എന്ന് പറയാൻ വേണ്ടി പലരും നമ്മളോട് ശ്രമിച്ചിരുന്നു. പക്ഷേ പഹൽഗാം അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരൊറ്റ രാജ്യം പോലും ഒരു മീഡിയേഷൻ എഫേർട്ട്, നമ്മൾക്ക് മധ്യസ്ഥ ശ്രമവുമായി ഭാരതം പാകിസ്ഥാനെ ആക്രമിക്കരുത് എന്ന് പറയാൻ ഒരു രാജ്യവും പോലും മുമ്പോട്ട് വന്നില്ല. എല്ലാവർക്കും അറിയാമായിരുന്നു, ഭാരതത്തിൻ്റെ രീതി ഇപ്പോൾ എല്ലാവർക്കും അറിയാം. തിരിച്ചടി കൊടുത്തിരിക്കുമെന്ന്, ഞങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും അത് കൊടുക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആരും ഒന്നും മിണ്ടിയില്ല. പക്ഷേ അതിനപ്പുറം നമുക്കൊരു വലിയ സപ്പോർട്ടായി, ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ നമുക്കൊരു സപ്പോർട്ടായി, ഇസ്ലാമിക ഭീകരവാദവും പാകിസ്ഥാനും ഒന്നാണ് എന്ന് പറയാൻ ഈ രാജ്യങ്ങളൊന്നും വന്നില്ല. അത് വരാത്തതിന് കാരണം ഭാരതത്തിൻ്റെ ഈ ഉയർച്ചയാണ്. വളരെ ആശങ്കയോടാണ് മറ്റ് ലോകരാഷ്ട്രങ്ങൾ ഇത് നോക്കിക്കാണുന്നത്. കാരണം ലോകത്തിൻ്റെ സമവാക്യങ്ങൾ ക്രമീകരണം തകർക്കാനും ഉടച്ചു വാർക്കാനുമുള്ള ശക്തി ഇന്ന് ഭാരതത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അക്കാര്യത്തിൽ ആശങ്കയുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ആഭ്യന്തരമായ ബാഹ്യമായ എല്ലാ സുരക്ഷാ ഭീഷണികളെയും നേരിടുക മാത്രമാണ് നമ്മളുടെ മുമ്പിലുള്ള പോംവഴി. അതിന് ഏറ്റവും കർക്കശമായ നിലപാട് ഈ രണ്ട് വിഷയങ്ങളിലും ഇതുപോലെയുള്ള വിഷയങ്ങളിലും ഉണ്ടാകുകയും വേണം. നമസ്കാരം.